ജസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബൊഗെയിൻവില്ലയുടെ കമ്പുകൾ എങ്ങനെയാണ് മുളപ്പിച്ചെടുത്ത് തൈകൾ ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. പലതരത്തിലുള്ള ഹൈബ്രിഡ് ബൊഗെയിൻവില്ലകൾ പൂത്തൊലിഞ്ഞ് നിൽക്കുന്നത് കാണാൻ വളരെ മനോഹരമല്ലേ? അവയുടെ തണ്ടുകളൊക്കെ എങ്ങനെയാണ് കിളിപ്പിച്ചെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ സമയത്ത് നിറയെ പൂക്കളുണ്ടായി നിൽക്കേണ്ട സമയമാണ്. ഈ സമയത്ത് ആരും ബൊഗെയിൻവില്ലകൾ കട്ട് ചെയ്യാറില്ല, പ്രൂൺ ചെയ്യാറില്ല. എന്നാൽ ഇതേപോലെ നീണ്ടു പോകുന്ന കമ്പുകൾ വെട്ടി മാറ്റേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഈ കമ്പ് വെട്ടി മുറിക്കുകയാണ്. നല്ല മൂർച്ചയുള്ള കത്തിയുണ്ട്. കുറച്ച് താഴ്ഭാഗത്ത് വെച്ചാണ് കട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ പൂക്കളൊക്കെ കൊഴിയാറായതാണ്. അപ്പോൾ ഇനി നന്നായി ബുഷായിട്ട് വന്ന് നിറയെ പൂക്കളുണ്ടായിക്കോളും. നല്ല നീളമുള്ള കമ്പാണ്. അതേപോലെ തന്നെ ഇതും നന്നായി പൊക്കത്തിൽ വളർന്നു നിൽക്കുന്ന വേറൊരു ബൊഗെയിൻവില്ലയാണ്. ഇതും കുറച്ച് താഴെ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. ഇതിൽ 2 കമ്പുകളുണ്ട് നീണ്ടു പോകുന്നത്. ഈ കട്ട് ചെയ്തെടുത്ത കമ്പുകളുടെ ഇലകളൊക്കെ പൂക്കളുമൊക്കെ കട്ട് ചെയ്ത് കളയാം. 2 ആഴ്ച മുമ്പ് ഇതിൻ്റെ നീണ്ടു പോയെന്ന അറ്റം ഞാനൊന്ന് നുള്ളിക്കളഞ്ഞതാണ്. അതുകൊണ്ട് പുതിയ നാമ്പുകളൊക്കെ ഇനി പെട്ടെന്ന് ഉണ്ടാകും. കട്ട് ചെയ്ത് കഴിഞ്ഞ് അറ്റം കട്ട് ചെയ്ത് 2 ആഴ്ചയൊക്കെ കഴിയുമ്പം പുതിയ മുകുളങ്ങളൊക്കെ ലീഫിൻ്റെ ഇടയിൽ നിന്നും ഉണ്ടാകും. അങ്ങനെയുള്ള കമ്പുകൾ കട്ട് ചെയ്ത് നട്ടുവെച്ചാൽ വേഗത്തിൽ മുകുളങ്ങൾ ഉണ്ടായി കമ്പുകൾ പിടിച്ചു കിട്ടും. ചില ബൊഗെയിൻവില്ലകളുടെ കമ്പുകൾ പെട്ടെന്ന് പിടിച്ചു കിട്ടും, 100% പിടിച്ചു കിട്ടുകയും ചെയ്യും. എന്നാൽ ചില വെറൈറ്റികൾ മുളച്ച് കിട്ടുവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നീളമുള്ള ഈ കമ്പുകളെ 4-5 ഇഞ്ച് വലിപ്പത്തിൽ പല കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. മുറിക്കുമ്പോൾ കുറച്ച് ചെരിച്ച് വേണം മുറിക്കുവാൻ. മുറിച്ചെടുത്ത ഈ കമ്പുകളെയെല്ലാം ഒരു ആലോവേരയുടെ ഇലയെടുത്ത് അത് നെടുകെ മുറിച്ച് അതിൽ കുത്തിവെക്കുക. 5-10 മിനിറ്റ് കുത്തിവെക്കുക. പിന്നീട് ഈ തണ്ടുകളെ കരിപ്പൊടിയിൽ മുക്കി നമുക്ക് ചെറിയ ചെറിയ കവറിലേക്ക് നട്ടുവയ്ക്കുക. കവറുകളിൽ മണ്ണും മണലും കൂടിയ മിശ്രിതമാണ് നിറച്ചിട്ടുള്ളത്. വളങ്ങളൊന്നും ചേർത്തിട്ടില്ല. ഇത് എല്ലാം നല്ലപോലെ നനച്ചെടുത്തതാണ്. അതിൻ്റെ നടുക്ക് ഒരു കമ്പ് കൊണ്ട് ചെറിയ കുഴികളുണ്ടാക്കി ഇത് കരിയിൽ മുക്കി ഓരോന്നോരോന്നായി നട്ടുവയ്ക്കുക. നേരത്തെ വെള്ളം ഒഴിച്ചതുകൊണ്ട് നട്ട് കഴിഞ്ഞ് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് മണ്ണിട്ട് തണ്ടിനെ അതിലുറപ്പിച്ച് വെക്കുക.
2-3 ആഴ്ചകൾ കൊണ്ട് ഇവയിൽ പുതിയ തളിർപ്പുകൾ ഉണ്ടായി വരും. ഒരു 1-2 ഇഞ്ച് നീളമാകുമ്പോഴേക്കുമാണ് റൂട്ടുകൾ പിടിക്കുകയുള്ളൂ. ഇതുപോലെ ഞാൻ നേരത്തെ നട്ടുവെച്ച കമ്പുകളാണ് ഇവ. ഇവയ്ക്ക് ചെറിയ ചെറിയ നൂല് പോലെയുള്ള റൂട്ടുകളൊക്കെ വന്നിട്ടുണ്ടാവും. അങ്ങനെ റൂട്ട് വന്ന ചെടികളെ വലിയ ചെറിയ പോട്ടിലേക്കോ വലിയ കൂടകളിലേക്കോ നട്ടുവയ്ക്കുക. കുറച്ച് ചാണകപ്പൊടിയും എല്ലുപൊടിയും ചേർത്ത് വേണം നട്ടുവയ്ക്കാൻ. പിന്നീട് നന്നായി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് വളവും ഇടാം. പൂക്കളുണ്ടാകുന്നതിനുള്ള വളങ്ങളും ഇടാം. 1-2 മാസം ആകുമ്പോഴേക്കും ഇലകളും തണ്ടുകളും ഒക്കെ നന്നായി വളർന്ന് പൂക്കളിടും. ഇതുപോലെ നേരത്തെ നട്ടു വളർത്തി വെച്ച ചെടികളാണ് ഇത്. തൈകൾ ചെറുതിലെ പൂക്കളും ഇടാൻ തുടങ്ങി. അപ്പോൾ എപ്പോഴും പൂക്കൾ ഉണ്ടാകുന്ന സമയമാണല്ലോ. അപ്പോൾ ചെറുതിലെ തന്നെ പൂക്കളിടും. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് ഗ്രീൻ ആപ്പിളിൻ്റെ ബൊഗൈൻവില്ലയുടെ മദർ പ്ലാന്റാണ്. കഴിഞ്ഞ തവണ പൂക്കളുണ്ടായതെല്ലാം ലൈറ്റ് പച്ച നിറത്തിലുള്ള പൂക്കളൊക്കെ ആയിരുന്നു മുഴുവൻ. എന്നാൽ ഇപ്രാവശ്യം മിക്സഡ് കളറിലുള്ള പൂക്കളാണ് ചിലത് ഇതിലുണ്ടായിട്ടുള്ളത്. ഇതേപോലെ 3 ശാഖകളിൽ ഇങ്ങനെ ചിലത് ഉണ്ടായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇടയ്ക്ക് ചില കളറ് 2 കളറിൽ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരും വരെ ബൈ. താങ്ക് യു.